Good evening. Yes, good evening. I am Prakash Menon from Trivandrum. Room book ചെയ്തിരുന്നു. Just a minute. Room number 405. Thank you. ആ ബോയ് വിട്ട് വണ്ടിയിലുള്ള ലഗേജ് ഒക്കെ ഒന്നിരിപ്പിച്ചേ. Okay, sir. പ്രകാശ് മേനൻ എന്ത് പറഞ്ഞാലും ഒരു പ്രകാശ് മേനൻ. അയാൾ വലിയ കേമനായിരിക്കും, ജീനിയസ് ആയിരിക്കും. പക്ഷെ ഞാൻ ഈ കമ്പനിയിലെ ചീഫ് ആർക്കിടെക്ട് ആണ്. ഐ ടു ഡിസർവ് ദ സെയിം ഓണർ. അനു, ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. ഇതൊരു തരം പ്രൊഫഷണൽ ജലസിയാണ്. അല്ല സർ, എന്റെ പ്രോബ്ലം സാർ മനസ്സിലാക്കുന്നില്ല. പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാന്ന് വെച്ചാൽ പ്രകാശ് മേനൻ ബാച്ചിലർ അല്ലേ സർ? അയാൾക്ക് എവിടെ വേണമെങ്കിലും പോവാമല്ലോ. പക്ഷേ അയാളെ ഇവിടെ വരുത്തേണ്ടത് എന്റെ ആവശ്യമാണ്. എനിക്കറിയാവോ, തിരുവനന്തപുരം ബ്രാഞ്ച് ഒരിക്കൽ അടച്ചു പൂട്ടാൻ വരെ കമ്പനി തീരുമാനിച്ചതാ. അത്രയ്ക്ക് ഡൗൺ ആയിരുന്നു. പ്രകാശ് മേനൻ 2 വർഷം അവിടെ ഇരുന്നേ ഉള്ളൂ. നൗ ഇറ്റ് ഹാസ് ബിക്കം വൺ ഓഫ് അവർ ബെസ്റ്റ് ബ്രാഞ്ചസ്. ഒരു ജനറൽ ട്രാൻസ്ഫർ തീരുമാനിച്ചപ്പോ പ്രകാശ് മേനൻ തിരുവനന്തപുരം വിട്ട് വരില്ലെന്നാണ് കരുതിയത്. പക്ഷെ അയാൾ അത് അക്സെപ്റ്റ് ചെയ്തു. ബിക്കോസ് കൊച്ചി അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണത്രേ. അതെന്റെ ഭാഗ്യം. പ്രകാശ് മേനോനുമായി നേരിട്ടൊന്ന് സംസാരിക്കാമെന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാത്ത ആളാ. എങ്ങനെയാ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാ? റിക്വസ്റ്റ് ചെയ്തിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുവൈറ്റിലെ മുസാഫിർ കോംപ്ലക്സിന്റെ മേൽനോട്ടം പുള്ളിയെ തന്നെ ഏൽപ്പിക്കണമെന്നല്ലേ MD പറഞ്ഞത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്താ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ലേ? അല്പം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാവും. എന്ത് കോംപ്ലിക്കേഷൻ? ഐ ഹാവ് കോൺഫിഡൻസ്. ബട്ട് യു ഹാവ് ടു പ്രൂവ് ഇറ്റ്. യെസ്, ഐ വിൽ പ്രൂവ് ഇറ്റ്. അതെന്റെ ഒരു വാശിയാണ്. എന്താ അമ്മേ? നീലഗിരി വണ്ടർ മാജിക് എന്തിയടാ? അത് ഇവിടുത്തെ തണ്ടർ ബോയ്സ് അടിച്ചു മാറ്റി കാണത്തില്ല. അല്ല, ഈ സിറ്റിയിലെ കള്ളന്മാർക്ക് ഇപ്പൊ സ്വർണ്ണ ഓർണമെന്റ്സ് ഒന്നും വേണ്ട അമ്മേ. ഇതുപോലത്തെ ചൊറിയണോ ഓർക്കിട്ടൊക്കെ മതി. എന്റെ കർത്താവേ, എന്നാ വില കൊടുത്തേച്ച് മേടിച്ചതാ. ഇത് എന്റെ പട്ടിപ്പട ഇവിടെ ഉണ്ടായിട്ട് എന്നതാടാ ഒരു പ്രയോജനം? വിശക്കുമ്പോ കുറയ്ക്കുന്നുണ്ടല്ലോ. അല്ല, രാത്രിയിൽ പട്ടി അഴിച്ചു വിടരുതെന്ന് അമ്മാമല്ലേ പറഞ്ഞിട്ടുള്ളത്? അഴിച്ചു വിട്ടാ നേരം വെളുക്കുമ്പോ ഇവിടെ ചവിട്ടി മെതിച്ച് മൈതാനമാക്കും. എന്റെ കർത്താവേ, ഈ നാശങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. കൽക്കട്ടൊന്നും പൂനെന്നും ഒക്കെ വരുത്തിപ്പാകിയ വിത്ത എല്ലാം ചവിട്ടി നശിപ്പിച്ച് നാശമാക്കി. വിശേഷം പൊക്കവിടുന്നു. അപ്പുറത്തിരുന്ന് പട്ടിയുടെ പേ നോക്കും. നാശത്തിന് ഇന്ന് ഞാൻ കൊല്ലി ഞാൻ എല്ലാത്തിനും. അവിടെ നിന്ന് ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഈ പട്ടിപ്രേമം നിർത്തണം, അല്ലെങ്കിൽ എല്ലാത്തിനും കൊണ്ട് വേറെ എവിടെങ്കിലും മാറി താമസണം. ഇതിലും ഭേദം അതാ. നീ തുള്ളാതെ കാര്യം പറയണ്ടേ സാറാമേ? നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കേ. ഞാൻ കൽക്കട്ടയെന്നും പൂനെന്നും ഒക്കെ വരുത്തി വിത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന കാണണമെങ്കിൽ. അല്ല സാറാമേ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് ആ സൂപ്രണ്ട് ഉദ്യോഗം നോക്കി നടന്നാ പോരെ? എന്തിനാ ഈ പൂക്കളും കായ്കളും കനികളും ഒക്കെ? ഞാനും എന്റെ പട്ടികളും സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. നീ ഇപ്പൊ വലിച്ചെറിഞ്ഞ ആ പട്ടിയില്ലേ, അവൾ എവിടത്തേരെന്ന് അറിയോ? ജർമ്മൻകാരിയാ, അല്ലാതെ നിന്നെ പോലെ മഞ്ഞപ്പറക്കാരിയല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു ജർമ്മൻകാരി. എല്ലാത്തിനും ഞാൻ എലി വിഷം വെച്ച് കൊല്ലും. എലി വിഷം തിന്നാ എലിയല്ലേ ചാവൂ? ചങ്കിക്കൊള്ള വർത്താനം പറയരുത് സാറാമേ. നിന്റെ ഈ 1.5 ചക്രത്തിന്റെ പൂവും പുഷ്പവും അല്ല ഇവന്മാര്. ഇലഞ്ഞിപ്പാറ ഈനാശുവിന്റെ കുടുംബം മുഴുവൻ തീരെ എഴുതി വിറ്റാലും ഇതിങ്ങടെ ഒരു പൂടയ്ക്ക് വില വരില്ല. ഇവന്റെ അപ്പന്റെ അപ്പൻ ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുള്ളതാ. അല്ലെങ്കിൽ തന്നെ പട്ടികളുടെ തറവാട്ട് മഹിമയെ പറ്റി നിനക്ക് എന്നെ മനസ്സിലാവാനാ? അത് മനസ്സിലാക്കാൻ കഴിയാത്തോണ്ടാ എന്റെ അപ്പച്ചനെ അബദ്ധം പറ്റിയത്. ഈശോ, മോശമേ. താറാമേ, എന്താ നീ കാണിച്ചത്? ആ, എന്നാ രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നുകിൽ എന്റെ പട്ടി അല്ലെങ്കിൽ നിന്റെ ചട്ടി. ആഹാ, ഒന്ന് ഞാൻ ശരി. ഇനിയില്ലേ റോസോട്? എന്താ സാറേ കാണിക്കുന്നേ? അത് താരയോട് പോയി ചോദിക്കണം. എന്താ ഇത്? ഇവിടുത്തെ കൊച്ചമ്മക്ക് വട്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. വട്ടി ഇവിടെ ചട്ടിയും പട്ടിയും കൂടി പ്രശ്നമായിരിക്കാ. ഇയാളെന്താ ഊളം മാറുന്നത് കൊണ്ടാണോ? ഊളന്മാരെ നിന്നെ തന്താ ഞാൻ ചൂടായി നിൽക്കുന്ന പറയണ. നമ്മളിപ്പോ എന്താ ചെയ്ത് പറയണ? നമ്മളിപ്പോ എന്താ ചെയ്തേ? അപ്പൊ അത് ആദ്യം പറഞ്ഞു പട്ടി. അയ്യോ, കുട്ടി പിശാച്ച് മീനെ കൊല്ലണേ. ഈ കുട്ടിയെ ഞാൻ താഴ്ത്തിട്ട് പൊട്ടിക്കും ഞാൻ. എന്റെ കർത്താവേ, ഇതിനകത്തകം പോയി കിടന്നു. അനു അങ്ങനെ കണ്ടോണ്ടെന്ന് എന്നെ വിചാരിക്കും. അനു എന്ത് വേണേ വിചാരിക്കട്ടെ. അങ്ങനെയെങ്കിലും ഈ ശല്യം ഒഴിവാവൂല്ലോ. ഇവിടെ പട്ടിയെ നോക്കാൻ നേരില്ല. അപ്പഴാ കണ്ടവന്റെ കുട്ടി. ചിക്കുമോളുടെ മമ്മ വരുന്നത് കണ്ടോ? എന്റെ ചിക്കുമോളെ നമുക്ക് മീനെ പിടിച്ച് കൊന്നു കളിക്കാം. മീൻ ചിരിക്കുന്നു. മീനെ പിടിച്ച് കൊന്നു കളിക്കാൻ മോളെ
സാരമില്ല, നമുക്കേ കറി അങ്കിളിനെ വെളിച്ചത്ത് കിടത്തി ഇരുട്ടത്ത് ചോറ് കൊടുക്കാം കേട്ടോ. പോട്ടെ, നമുക്ക് പോവാം മോളെ. ഞാൻ അപ്പോഴേ പറഞ്ഞത് കൊച്ചിനെ കുത്തിരിക്കരുത്. 405 റൂമിൽ സാറിന്റെ ബ്രദറുണ്ട്. ബ്രദറോ? അതെ, ക്യാൻസർ പേഷ്യന്റ് ആണെന്നും വെല്ലൂർക്ക് പോകുന്ന വഴി സാറിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞു. കുറെ നേരം റിക്വസ്റ്റ് ചെയ്തിട്ടാ കീ കൊടുത്തത്. ക്യാൻസർ പേഷ്യന്റ് വെല്ലൂർ. ലേശം ഫിറ്റാ, ഒരു ഗ്ലാസ് തൈര് കൊണ്ടുവാ. നിനക്കാണോ ക്യാൻസർ? എപ്പോഴാ വെല്ലൂർക്ക് പോകുന്നു? എനിക്ക് സൗകര്യമുള്ളപ്പോ പോവും. 50 രൂപ ചോദിച്ചിട്ട് 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി വിട്ടവരാണ് നീ. നീ STD ആണെങ്കിൽ ഞാൻ ടെലക്സ് ആണ്. നീ മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണും. 50 രൂപയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റി. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇവിടെ വന്നിട്ട് ഒരു വാക്കനെ അറിയണം. ഇല്ല, അറിയിച്ചില്ല. അറിയിക്കേണ്ട കാര്യമില്ലോ. എടാ, 250 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചെന്നെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാള എടുപ്പിച്ചില്ലേ? നിർത്ത്, ഇനി കൃഷി നിർത്ത്. അപ്പൊ നിന്റെ തീരുമാനം അങ്ങനെയാണല്ലേ? അതെ അതെ. ഇറങ്ങ ഓഹോ, എന്റെ പല്ല് സെറ്റ് എടുത്ത് വെച്ച് എന്നെ തന്നെ നോക്കിച്ചിരിക്കുന്നു. എടാ, പുല്ലെ വെള്ളടിച്ച വയറ്റി കിടക്കണം. ഇവിടെ വന്ന് എന്നെ നാറ്റിക്കേണ്ട ഭാവെങ്കിലും ഇപ്പൊ ഇറങ്ങിക്കോണം. ഇറങ്ങാം, പൈസ കിടണം. നീ എന്നോട് ഗെറ്റ് ഔട്ട് പറഞ്ഞല്ലടാ. നീ പറയണം, സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ദ്രോഹി, നാടോടുമ്പോ നടുവെ ഓടുന്ന നാറി, നായി നടുക്കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കൊള്ളടാ. യു ആർ എ ഹിപ്പോക്രാറ്റ്, യു ആർ എ ബാസ്റ്റർഡ്, ഐ സേ. മുകുന്ദാ, 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 വല്ലതും പറ്റിയോ? വെള്ളം ഇതല്ലടാ, സ്മാള് ഹലോ. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? എനിക്കറിയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച കാര്യം എംഡി പറഞ്ഞു. ഫ്രൈഡേ വരാനിരുന്നതാ. പെട്ടെന്നൊരു ഇൻകം ടാക്സ് പ്രോബ്ലം. കുഴപ്പമില്ല, സോൾവ് ചെയ്തു. അതും ഞാൻ അറിഞ്ഞു. ആഹാ, അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ മുറയ്ക്ക് കളക്ട് ചെയ്യുന്നുണ്ടല്ലേ? അതെ, എന്തായി ഡെവലപ്മെന്റ്? റോഡിന് ഫേസ് ചെയ്യുന്ന പ്രൈം ഷോപ്സിനെ കുറിച്ചാ ഇപ്പൊ തർക്കം. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇരു ഭാഗത്തു നിന്ന് എൻട്രൻസ് വേണമെന്നായിരുന്നു എന്റെ വാദം. എന്ത് കാര്യവും ഡിഫറന്റ് ആയി ചിന്തിക്കുന്ന ആളാണല്ലോ അനു. കോംപ്ലിമെന്റ് ആണോ? ഇറ്റ്സ് എ കംപ്ലൈന്റ്. തീരുമാനങ്ങളൊക്കെ അനുവിന് വിട്ടു വന്നിരിക്കുന്നു. എത്രയും വേഗം പണി തീർന്നു കിട്ടണം, എനിക്ക് അത്രേ ഉള്ളൂ. അതിന് രാജ്യവും കൂടി വിചാരിക്കണം. എന്താ? എനിക്കൊരു ട്രാൻസ്ഫർ ട്രിവാൻഡ്രത്തേക്കാ. പക്ഷെ പോണോ വേണ്ടേന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? MD നല്ല അടുപ്പത്തിലല്ലേ? രാജു എനിക്ക് വേണ്ടി ഒന്ന് പ്രസ് ചെയ്യണം. ഞാൻ പറയാം. അനു ഇവിടെ ഇരിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ, എല്ലാ അർത്ഥത്തിലും. വീണ്ടും പുതിയ ഗ്ലാസ് വാങ്ങിയല്ലേ? കാർട്ടിയർ ആണല്ലോ, ഹൈലി എക്സ്പെൻസീവ്. പുതിയത് എന്ത് കണ്ടാലും എനിക്കൊരു ആർത്തിയാ. അത് കളർഫുൾ ആണെങ്കിൽ എന്ത് വില കൊടുത്തും ഞാനത് കൈക്കലാക്കും. പുണ്യം കൊണ്ട് വീണ് കിട്ടുന്ന ഒരു ജന്മം, അത് മാക്സിമം എൻജോയ് ചെയ്യാ. അല്ല, ജീവിതത്തിൽ എന്താണ് ഒരു ത്രില്ല്? ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്, രാജുവിന്റെ സെലക്ഷൻസ് ഒക്കെ സൂപ്പറാണ്. സംതിങ് റെയർ. ഓ, ഐ ആം സോറി. അനുവിന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് ഈസ് ആൾസോ സംതിങ് റെയർ. ഓ, ബ്യൂട്ടിഫുൾ. താങ്ക് യു രാജു. വെൽക്കം. കസ്റ്റമേഴ്സിന്റെ ഓശാരങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ലെന്ന കമ്പനിയുടെ നിയമം. ഒരു സസ്പെൻഷൻ ഇത്രയൊക്കെ മതി. ഓഹോ, അപ്പൊ അനു എന്നെ ഒരു കസ്റ്റമറായിട്ട് കണ്ടിട്ടുള്ളൂ അല്ലേ?
നല്ല വെളുത്ത നിറം, നല്ല വലിയ കണ്ണുകൾ, ചാമ്പയ്ക്ക പോലുള്ള ചുണ്ടുകൾ, അന്ന നട, ഒരു വെളുത്ത മാരുതി കാറിൽ അവള് വന്നു. 1000 ഓർഡിനറിയോ? ഓർഡിനറി. നമ്പർ നോട്ട് ചെയ്തോ? ഇല്ല. ഇത് തിരുവനന്തപുരം അല്ല, കൊച്ചിയാണ്. തോപ്പുംപിടി പാലത്തിന്റെ മേളിൽ നിന്ന് താഴോട്ടെടുത്ത് ഇടും പെണ്ണിന്റെ ആൾക്കാര്. അതുകൊണ്ട് ഇനി ഒറ്റ നമ്പറേ ഉള്ളൂ. അതെന്താ? അവളെ മറന്നുകളാ. സമയവും സന്ദർഭവും നോക്കി ഇവിടെ കോമഡി പറയാൻ. എങ്ങനെ പറയാതിരിക്കും? 24 മണിക്കൂർ നേരെ സാരിത്തുമ്പിന്റെ പുറകെയല്ലേ. ഏത് ഊതറ പീസിനെ കണ്ടാലും വിടർന്ന കണ്ണ്, മൂക്ക് നാരങ്ങ, ചുണ്ട് പേരയ്ക്ക, എന്നിട്ട് പോടേ. ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഞാൻ എന്താ 24 മണിക്കൂർ പെണ്ണുങ്ങളെ പുറത്ത് ചുറ്റുക? എനിക്കിവിടെ അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. അല്ല നിന്നെ പോലെ തേരാപ്പാര തെണ്ടി കിടക്കുകയല്ല. ഇത് തിരുവനന്തപുരമാണ് ഞാൻ ചോദിക്കില്ലോ. എറണാകുളമായി പോയി, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായി പോയി. എന്തായാലും എനിക്ക് ഇവിടെ കണ്ടേ പറ്റൂ. ഐ വാണ്ട് യുവർ ഫുൾ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി. നീ സീരിയസ് ആയിട്ടാണോ? അതെ. സത്യം? സത്യം. എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫൈൻഡ് വരുത്ത്. എങ്കിൽ എനിക്ക് ഐഡിയാസ് വരത്തുള്ളൂ. Within 24 hours 20 minutes she will be before you. അവൾ നിന്റെ മുമ്പിലുണ്ടാവും. ഭഗവാൻ തെരി മായ. ഉറപ്പാണോ? देखो अरे एक पाइंट लाओ ना, बेल करो, सोडा एंड आइस मिलाओ. ओके जी. ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, എനിക്ക് മൂത്രം ഒഴിക്കണം. മതി അളിയാ മതി, ഇന്നത്തേക്ക് ഇത്രയും മതി. മാരുതി നോക്കി നോക്കി എന്റെ കഴുത്തൊരു മാതിരിയായി. ഇനി എല്ലാം നാളെ. ഓഫീസ് ടൈമായി, ഇനി നാളെ. നാളെ നാളെ നീളെ നീളെ നീ വണ്ടി കയറി. എടാ ഒരു 10 മിനിറ്റ് കൂടി കറങ്ങി നോക്കി അവളെ കിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു. ഇനി കറങ്ങിയാ ഞാൻ കറങ്ങിപ്പോവും. ഇനിയെങ്കിലും ഓഫീസിൽ ചെന്നില്ലെങ്കിൽ സൂപ്പറിനെ ചവിട്ടി പുറത്താക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് വന്നിട്ട് പുതിയ പദ്ധതികൾ ആലോചിക്കാം. അളിയാ പോകുന്ന വെള്ളം മാരുതി കാരണം അവളാ. വിട്ടോ 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 വിട്ടോ. സ്കൂട്ടർ എടുത്ത് മാറ്റണോ? അതെ, വേറൊരു പാര. പ്രകാശ്, അയ്യോ. ആക്സിലേറ്ററിന്റെ മോൾ വണ്ടിയോടെ പോയി. മുമ്പേ വണ്ടി എവിടെ പോയിന്ന്? അതെ, വണ്ടി ഏത് വണ്ടി? നിന്നെ നോക്കാനല്ലേ ഏൽപ്പിച്ചിരുന്നു. ആണോ? എടാ വണ്ടി എവിടെ പോയി ചോദിച്ചു. വണ്ടി അതാണ് ഞാൻ. വണ്ടി അയ്യോ, പിന്നെ നീയൊക്കെ എന്നെ കോപ്പുണ്ടാക്കാനെ വണ്ടി കയറിക്കുന്നു. നിന്നെ ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതി. എറണാകുളത്തുകാരനാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നിന്നെ കേൾപ്പിച്ച് എന്നെ വേണം പറയാൻ. എടാ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏതായാലും വണ്ടി കണ്ടു, ആളെ കണ്ടു, എനിക്ക് മനസ്സിലായി. വൈകുന്നേരം നീ കുപ്പിയായിട്ട് വാ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാം.